എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എൻ്റെ കയ്യിൽ 3 മുട്ടയാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ താറാവ് മുട്ട, കോഴിമുട്ട, പിന്നെ ഒരു കാടമുട്ട. പലപ്പോഴും ആളുകളുടെ അടുത്ത് നമ്മൾ പഥ്യം പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഡോക്ടറെ ഈ താറാമുട്ട കഴിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ കാടമുട്ട കഴിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മുട്ടകൾ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണ്, ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ശരിക്കും മുട്ട എന്ന് പറയുന്നത് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരമാണ്. നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആയിട്ടുള്ളത് പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ആഹാരമായിട്ട് തന്നെ നമുക്ക് മുട്ടയെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ 3 മുട്ടയിലും, ഈ 3 തരത്തിലുള്ള മുട്ടയിലും ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം തന്നെയുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രോട്ടീൻ്റെ ഒക്കെ പെർസെൻറ്റേജ് വൈസ് അല്ലെങ്കിൽ ഗ്രാം വൈസുള്ള ഒരു ഡിഫറൻസ് അല്ല. പൊതുവേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ സൈസ് നോക്കിയാൽ തന്നെ അറിയാം. താറാവ് മുട്ടയാണ് ഏറ്റവും വലിയ സൈസ്, ഏതാണ്ട് കോഴിമുട്ടയുടെ ഒരു 1.5 മടങ്ങ് ടു 2 മടങ്ങ് സൈസൊക്കെ താറാവ് മുട്ടയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളത് താറാവ് മുട്ടയിലാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ഉള്ളതാണെങ്കിലും അതുപോലെ തന്നെ കാൽഷ്യം ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഒക്കെ കൂടുതൽ താറാവ് മുട്ടയിലാണ്. ഇപ്പോൾ നമ്മൾ കോഴിമുട്ട എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മീഡിയം സൈസ് ആയിട്ടാണ് വരിക. ഈ പറഞ്ഞ പോഷകങ്ങളെല്ലാം തന്നെ താറാവ് മുട്ടയുടെ അപേക്ഷിച്ച് അത്രയില്ലെങ്കിലും കുറച്ച് താഴെയായിട്ട് ഈ കോഴിമുട്ടയിലുണ്ട്. ഇനി നമ്മൾ കാടമുട്ട എടുത്തു കഴിഞ്ഞാൽ കാടമുട്ട ഏറ്റവും ചെറിയ സൈസാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു മുട്ടയിലുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാടമുട്ടയിൽ കുറവാണ്. പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. പെർ ഗ്രാമിൽ എന്തോരം ന്യൂട്രിയൻസ് ഉണ്ടെന്ന് ഓർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് കാടമുട്ടയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് കാടമുട്ടയാണ്. കാടമുട്ട അത് മാത്രമല്ല, കാടമുട്ട ഈസി ടു ഡൈജസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോർഷൻ കഴിക്കുമ്പോൾ തന്നെ മാക്സിമം ന്യൂട്രിയൻസ് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് കാടമുട്ടയാണ്. പിന്നെ ഈ മുട്ടകൾ തമ്മിലൊരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈബർ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 മുട്ടയിലും ഫൈബറിന്റെ അംശം വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുട്ട ഏതാണെങ്കിൽ പോലും കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് പൈൽസ്, ഫിഷർ മുതലായ അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അലർജിയുടെ ഒരു തോത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പൊതുവെ കോഴിമുട്ടയ്ക്കാണ് താറാവ് മുട്ടയെ അപേക്ഷിച്ച് കുറച്ച് അലർജിക് ടെൻഡൻസി കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവെ ത്വക്ക് രോഗങ്ങളിൽ നമ്മൾ പഥ്യം വിഡ്രോ ചെയ്ത് തുടങ്ങുമ്പോൾ, കുറച്ചൊക്കെ ആഹാരങ്ങളിൽ ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ താറാവ് മുട്ടയാണ് ആദ്യം ഉപയോഗിച്ചോളാൻ പറയുന്നത്. പൊതുവെ കോഴിമുട്ടയ്ക്ക് അതിന് ശേഷമാണ് നമ്മൾ പറയാറ്. അതുപോലെ തന്നെ അവൈലബിലിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് കോഴിമുട്ട തന്നെയാണ്. ഇനി ആയുർവേദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. പൊതുവെ പക്ഷി മൃഗങ്ങളുടെയൊക്കെ മാംസത്തിന്റെ ആണെങ്കിലും മുട്ടയുടെ ആണെങ്കിലും പാലിന്റെ ആയിട്ടുള്ള ഗുണങ്ങൾ അവ വളരുന്ന സ്ഥലങ്ങൾ, ദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പൊതുവെ ആയുർവേദത്തിൽ പറയുന്ന 3 തരം ദേശങ്ങളാണ്. ആനൂപദേശം, ജാങ്കലദേശം, അതുപോലെ തന്നെ സാധാരണ ദേശം. ആനൂപദേശം എന്ന് പറയുന്നത് കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ പൊതുവെ ആനൂപദേശം എന്ന് പറയുന്നത്. ജാങ്കലദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങൾ. സാധാരണ ദേശം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സമ്മിശ്രമായിട്ട് നിൽക്കുന്ന ദേശങ്ങളെ നമ്മൾ സാധാരണ ദേശം എന്ന് പറയും. ഇനി നമ്മൾ താറാവിന്റെ ഒരു ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ താറാവ് പൊതുവെ ആനൂപദേശത്തിൽ ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. അതായത് കൂടുതൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്താണ് അത് ജീവിക്കുന്നത്. വെള്ളത്തിൽ നീന്തി ജീവിക്കാനാണ് അതിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ താറാവിന്റെ മാംസത്തിലാണെങ്കിലും മുട്ടയാണെങ്കിലും പൊതുവെ ശീതവീര്യമാണ്. ഇനി നമ്മൾ കോഴീനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കാടേനെ എടുത്ത് നോക്കിയാലും അത് കൂടുതൽ ഡ്രൈ ഉള്ള സ്ഥലത്ത് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൊതുവേ നമുക്കറിയാം ഈ ബൾബൊക്കെ ഇട്ട് ചൂട് കൊടുത്താണ് നമ്മൾ പൊതുവെ കോഴീനെയൊക്കെ വളർത്തുന്നത്. ഇറച്ചിക്കോഴിയുടെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പൊതുവെ ചൂട് ഇഷ്ടപ്പെടുന്നതാണ്, ജാങ്കദേശ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇതിന്റെ മുട്ടയാണെങ്കിലും മാംസമാണെങ്കിലും ഉഷ്ണവീര്യമാണ്. അപ്പോൾ പൊതുവെ ത്വക്ക് രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉഷ്ണവീര്യമായിട്ടുള്ള മുട്ട അത്ര നല്ലതല്ല. പക്ഷെ അതേസമയം താറാവ് മുട്ട നമുക്ക് അത്രയും പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ത്വക്ക് രോഗത്തിൽ നമ്മൾ പഥ്യം വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഉപയോഗിക്കാനായിട്ടൊക്കെ സാധാരണ പറയുന്നത് താറാവ് മുട്ടയാണ്. ഇനി നമ്മൾ പൈൽസിൽ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, പൊതുവെ പൈൽസ് രോഗത്തിൽ ഈ കോഴിമുട്ട കഴിച്ചുണ്ടാകുന്ന അത്രയും പ്രശ്നം താറാമുട്ട കഴിച്ചാൽ ഉണ്ടാകുന്നില്ല. പലപ്പോഴും അറിയാം കോഴിമുട്ട കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ താറാമുട്ട കഴിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രശ്നമില്ലാത്തതും താറാമുട്ട പൊതുവെ ശീതവീര്യമായതുകൊണ്ടാണ്. എന്നാൽ പൊതുവെ ഏത് മുട്ടയാണെങ്കിലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോൺസ്റ്റിപ്പേഷനും അതിനോടനുബന്ധിച്ച് പൈൽസൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുവെ മുട്ടയുടെ കേസിൽ മാത്രമല്ല, ഏത് നോൺ വെജ് കഴിക്കുമ്പോഴും നമുക്ക് ഈ പൈൽസ് സംബന്ധമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള സലാഡ്സും മുതലായ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം.
അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ 3 മുട്ടയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാടമുട്ടയാണ് നല്ലത്. ഒരു ചെറിയ അളവിൽ തന്നെ കഴിക്കുമ്പോൾ തന്നെ മാക്സിമം ന്യൂട്രിയൻസ് കിട്ടും, ഒപ്പം തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതേസമയം കോഴിമുട്ട ജനറൽ ആയിട്ട് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ ഒരു ജനറൽ യൂസിന് എപ്പോഴും കോഴിമുട്ട തന്നെയാണ്. അതേസമയം താറാമുട്ടയുടെ കേസിൽ ഇപ്പം നമ്മൾ കുറച്ച് തടി വെക്കാൻ ആഗ്രഹിക്കുന്നു, കുറച്ച് പുഷ്ടി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും താറാമുട്ടയാണ്. കാരണം താറാമുട്ടയിലാണ് ഒരു മുട്ടയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രോട്ടീൻസും അതുപോലെ ഫാറ്റും കാർബും ഒക്കെ കൂടുതൽ താറാമുട്ടയിലാണ്. അപ്പം നമുക്ക് നമ്മുടെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ ആവശ്യമനുസരിച്ചും നമുക്ക് ഈ 3 മുട്ടകളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു അസുഖത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു ഉപദേശം ചോദിച്ചിട്ട് മാത്രം മുട്ട സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഈ 3 മുട്ടേനെയും കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇത്തരം വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.